അപ്പോൾ എൻ്റെ പുതിയ വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ഇന്നത്തെ എൻ്റെ യാത്രകളാണ് നിങ്ങളെ കാണിക്കുന്നത്. പ്രത്യേകിച്ചൊന്നുമില്ല കേട്ടോ. അപ്പോൾ നമുക്ക് നേരെ ഇങ്ങനെ വീഡിയോയിലേക്ക് പോവാം. എത്രത്തോളം നിങ്ങളെ വെറുപ്പിക്കാൻ പറ്റും അത്രത്തോളം ഞാൻ ഡെയിലി വന്ന് വെറുപ്പിക്കാൻ പരമാവധി ശ്രമിക്കും. അപ്പോൾ ഇന്നലെ ചെയ്ത പോലെ തന്നെ ആയിരിക്കും ഇന്നും എന്ന് തോന്നരുത്. എന്തെങ്കിലുമൊക്കെ വെറൈറ്റി ചെയ്യാം. ഇത് ഈശ്വരൻ്റെ വീട്ടിലെ ജൂലി കേട്ടോ. ജൂലി ആള് ആദ്യം ഭയങ്കര പൊരയൊക്കെ ആയിരുന്നു, ഇപ്പം സൈലൻ്റായി. ജൂലി എന്ത് വീഡിയോ എടുക്കും എന്ന് എനിക്കറിയത്തില്ല. ഞാൻ നിങ്ങളെന്ത് കാണിക്കുമെന്ന് എനിക്കറിയത്തില്ല. ഞാനൊരു വഴിയിൽ ഇങ്ങനെ നിൽക്കുകയാണ്. അപ്പച്ചനെ ഇപ്പോൾ വരുമെന്നും പറഞ്ഞിട്ട്. അപ്പം അങ്ങോട്ട് പോകണോ ഇങ്ങോട്ട് പോകണോ എന്നിങ്ങനെ ആലോചിക്കുന്നു. നല്ല വെയിലാണ് കണ്ടോ. നല്ല വെയിൽ എന്ന് പറഞ്ഞാൽ ഒരു വെയിൽ. അപ്പച്ചൻ വരാൻ വേണ്ടി ഇങ്ങനെ വെയിറ്റ് ചെയ്യാണ്. വന്നു കഴിഞ്ഞിട്ട് എവിടെയെങ്കിലും പോവും. എന്തായാലും എവിടെയെങ്കിലും ഞാൻ പോവും. എന്തായാലും വീഡിയോ എടുത്തല്ലേ പറ്റൂ. അപ്പോൾ അപ്പച്ചൻ വരുന്നത് ഞാൻ വെയിറ്റ് ചെയ്യട്ടെ. ഓക്കെ. ആ നക്ഷത്രം മൂപ്പൻ ചേട്ടായി തൂക്കിയതാട്ടോ. ആകാശമൊക്കെ ഉള്ളാലോ. എങ്ങനെയുണ്ടല്ലോ, അടിപൊളിയാണല്ലോ. അടിപൊളിയാണല്ലോ സ്കൈ. ആകാശം കാണാൻ എന്ത് രസം നോക്കി. ഓ കൊള്ളാല്ലേ. നമ്മുടെ മലയോര ഹൈവേ കേട്ടോ. മലയോര ഹൈവേ ഇങ്ങനെ നല്ല വിഷ്വലായിരിക്കും. കാണാൻ നല്ല രസമുണ്ട് കേട്ടോ. വീഡിയോയിൽ കാണാൻ നല്ല രസമുണ്ട്. ഒരു ലൈമ് കുടിക്കാൻ വേണ്ടി വന്നതാണ്. പിന്നെ ഇപ്പോൾ ഒന്നും വരത്തില്ല. അപ്പോൾ ഞാനിങ്ങനെ ഇവിടെ അടുത്ത് കഴിഞ്ഞ ദിവസം കാണിച്ചായിരുന്നു ബേക്കറി. അവിടെ ഇരുന്ന് ലൈമ് കുടിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ പൊരികാലത്ത് ടൈം സോഡ കുടിക്കുമ്പോൾ എന്തൊരു സന്തോഷമല്ലേ. ഓഹോ. അപ്പം ഞാൻ ടൈം സോഡ കുടിക്കട്ടെ ഗേസ്. അപ്പോൾ ഒരു റോയൽ ഐസും കൂടെ കഴിക്കാമെന്ന് വിചാരിച്ചു. അപ്പച്ചൻ വരുന്നതിന് ബഡ്ജറ്റ് ഇങ്ങനെ കൂടിക്കൊണ്ടിരിക്കും. ഇത് കഴിക്കുമ്പോൾ നല്ല ആശ്വാസം കേട്ടോ. നമ്മളും കഴിക്കാറില്ലേ നല്ല വെയിലത്ത് നല്ല റോയൽ ഐസ് ഇങ്ങനെ കഴിക്കുമ്പോൾ രസമല്ലേ. സൂപ്പർ. ഇത് കഴിക്കട്ടെ. ഇനി കാണിക്കാൻ നിങ്ങൾ പഠിപ്പിക്കുന്നില്ല. ഓക്കെ. ഇപ്പം വരാമെന്ന് പറഞ്ഞ ആളാണ് ഇപ്പോഴാണ് വരുന്നത്. ഇത്ര നേരമായി മനുഷ്യ. ഭയങ്കര ലേറ്റായി. അപ്പച്ചൻ അതിന് പങ്ക്ച്വാലിറ്റി ഇല്ല. അപ്പച്ചൻ ഒരു എന്തായി, എന്താ നമ്മുടെ പ്ലാൻ? എന്താ തീരുമാനിക്കും. കേസ് ഇതാണ് നമ്മുടെ നാട്ടിലെ കുട്ടൻ. എന്തെങ്കിലും വയറിങ് പണി ഉണ്ടെങ്കിൽ കുട്ടനെ ബന്ധപ്പെടുക. കുട്ടൻ എല്ലാം ചെയ്തു തരുന്നതായിരിക്കും. കുട്ടനെ നമ്പറുണ്ടോ? ഒരു പണി കറക്റ്റായിട്ട് എടുക്കൂല, എന്തായാലും നല്ലപോലെ പണിയെടുക്കും. കിട്ടാൻ പാടാ. പുള്ളി ഭയങ്കര തിരക്കുള്ള മനുഷ്യനാ. സൈറ്റുകളിൽ നിന്ന് സൈറ്റുകളിലേക്കാ. കഞ്ഞി കുടിക്കാൻ ചോറെടുക്ക്. എൻ്റെ അമ്മേ, ഞാൻ ഫോട്ടോ ചെയ്തിട്ടില്ല. വീഡിയോ വരുന്നേ. എല്ലായിടത്തും വരും. പറയാൻ്റെ മണം അതിനകത്ത് കിട്ടൂല. നിങ്ങളെന്തായാലും ഞാൻ കഴിച്ചിട്ട് പോവാം. ദശന്റെ കറി, ദശന്റെ ചോറ്. അപ്പട്ടാ അപ്പൊ അപ്പച്ച എങ്ങനെയുണ്ട്? സ്ഥിരം കഴിക്കുന്നേ. അപ്പൊ നമ്മള് കഴിക്കട്ടെ. കഴിക്കും. കേസ് എൻ്റെ വീടിൻ്റെ അവിടെ നിന്ന് താഴേക്ക് ഇറങ്ങി പോകുന്ന വഴിയാണ് കേട്ടോ. ഇവിടുന്ന് മെയിൻ റോഡിലേക്ക് ഇത്ര ദൂരമേ ഉള്ളൂ കേട്ടോ. കുറച്ച് ദൂരമേ ഉള്ളൂ. ഇങ്ങനെ നേരെ ഇറങ്ങി പോയി കഴിഞ്ഞാൽ ആ
നമ്മളെങ്ങോട്ടാ പോകുന്നത് നമുക്കറിയത്തില്ല. നമ്മളിങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. എവിടെ എത്തും? സമയം ഇപ്പോൾ വൈകിട്ടായി. രാവിലെ തൊട്ട് പ്ലാൻ ചെയ്തതാണ് അല്ല പൂജ. രാവിലെ വന്ന് തുടങ്ങിയത് പ്ലാൻ. ഇപ്പോൾ നമ്മളിവിടുന്ന് അടുത്തുള്ള പാർലമെൻറ്റ് ജീവി സങ്കേതത്തിലേക്കുള്ള യാത്രയിലാണ്. പിന്നെ ആനയോ കടുവയോ പുലിയോ കിട്ടിക്കഴിഞ്ഞാൽ പറയാം, ഉറപ്പായിട്ട് നിങ്ങളെ കാണിച്ചു തരും. ഇപ്പോൾ നമ്മൾ നേരെ നമ്മുടെ തൊട്ടപ്പുറം കാണുന്നത് പുഴയാട്ടോ. നേരെ മുന്നിൽ കാണുന്ന പുഴയാണ്. അപ്പോൾ ഇങ്ങനെ ഈ സൈഡിൽ കൂടി ഇങ്ങനെ മഴ പെയ്യുന്നത്, അതായത് നമ്മൾ മുന്നേ ഞാൻ എൻ്റെ റോഡിൽ കാണിച്ചിട്ടുണ്ട് ആ പുഴ. ആ പുഴയിലൂടെ വെള്ളം കയറി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ റോഡിലേക്ക് വരെ വെള്ളം കയറും. അത്രയ്ക്കും ഡേഞ്ചറായ സീനാണ് കയറി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ. നമ്മളിപ്പോൾ കയറി പോകൊണ്ടിരിക്കുകയാണ്. ആനയൊക്കെ വരുന്ന സ്ഥലമാട്ടോ. ആന, പുലി, കടുവ. കടുവയൊന്നും വരില്ല. കടുവയൊക്കെ വെറുതെ അറിയാം. പുലിയുണ്ട്, പുലി 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 മുരുകനിലെ പുലി കണ്ടോ. ഇത് കോക്കനട്ട് നഴ്സറി ടവർ. കുറേ ഉണ്ട് കേട്ടോ. സ്കൈ കാടാട്ടോ, കൂടുതൽ കാട്. രാത്രി ആന ഇറങ്ങുന്നതുകൊണ്ടാണ് സൈഡിൽ മറ്റേ ഇലക്ട്രിക് കമ്പി ഇട്ടിട്ടുണ്ട്. ആന അതുള്ളതുകൊണ്ട് അപ്പുറത്തേക്ക് കിടക്കാറില്ല. ഇങ്ങനെ പോയി നേരെ വന്ന് ചാടുന്നത് ഞാൻ മുന്നേ എടുത്ത വീഡിയോയിൽ പാലം കാണിക്കുന്നില്ലാണ്, നമ്മുടെ പാലം. അവിടെയാണ് ഈ വഴി ചെന്ന് ചാടുക. അത്രയും പോയി നല്ല കാടാണ്. രാത്രിയൊക്കെ ആൾക്കാർക്ക് പോകണമെങ്കിൽ പറ്റുന്നതിൽ ആന എവിടെയാ വരിക വരിക നമുക്ക് പറയാൻ പറ്റുന്നില്ല. ഒരു ഫാക്ടറി കേട്ടോ, അതൊക്കെ ഒരു ഫാക്ടറി. വെള്ളം ഗവൺമെൻറ് തന്നെയാണ് കേട്ടോ. പണ്ടൊരു CSI ചർച്ച ഉണ്ടായിരുന്നു. അതിൻ്റെ ഇതൊക്കെ പൊളിഞ്ഞു പോയി. എല്ലാം അവശേഷിച്ചത് മാത്രം. ആ മലയിൽ ഒരു വട്ടം ഞങ്ങൾ പോയിട്ടുണ്ട് കേട്ടോ. ആ മലയിൽ മുന്നേ പോയിട്ടുള്ളതാണ്. അതായത് കഴിഞ്ഞ ദിവസം പോയ നമ്മൾ ഏലപ്പിടി തന്നെ വേറൊരു സ്ഥലമാട്ടോ. അത് ഏലപ്പിടി തന്നെ അതിൻ്റെ വേറെ സ്ഥലം. അതിൻ്റെ ഏറ്റവും ടോപ്പിൽ വെളുപ്പൻ്റെ വീഡിയോക്കകത്തുണ്ട്. ഞാനും അപ്പച്ചനും പോയില്ല. അവിടെയും കൂടെ നമുക്ക് പോകാനുണ്ട്. നമ്മൾ വെളുപ്പനെ ഒരു വട്ടം പോകണല്ലേ. അന്നത്തെ പോക്ക് ഭയങ്കര രസമായിരുന്നു. പക്ഷേ കേട്ടോ മറ്റേ വിത്തുകളും കാര്യങ്ങളൊക്കെ ഇങ്ങോട്ടുള്ള കൊടുങ്കാടാണ്, കൊടുങ്കാട്. രാത്രിയൊക്കെ ഇതിൽ വരണേ ഭയങ്കര റിസ്ക് കേട്ടോ. ഭയങ്കര റിസ്ക് പറഞ്ഞാൽ ഹെവി റിസ്ക്കാണ്. അതുകൊണ്ട് രാത്രി നമ്മൾ ആ രീതിയിൽ വരാറില്ല. രാത്രി ഇതിൽ വന്നു കഴിഞ്ഞാൽ വിഷയം. അപ്പോൾ പിന്നെ ഒരു വട്ടം ഞാൻ 6 മണിക്ക് ശേഷം വന്നിട്ടുണ്ട് കേട്ടോ. 6 മണിക്കല്ല, 2 മണിക്ക് ശേഷം ഞാൻ വന്നിട്ടുണ്ട്. ഞാൻ അളിയനൊക്കെ ആയിട്ട് കാറും കൂടെ ബൈക്ക് ആന വന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പണി പാളിയാറും.
ആനയൊക്കെ എങ്ങനെയാണ് പ്രതികരിക്കുക എന്ന് പറയാൻ പറ്റത്തില്ല. അതുകൊണ്ട് ഞങ്ങൾ കാറിനാണ് വന്നത്. ഇവിടെ കാടാണ്, ഫുള്ള് കാടാണ്. കാട് മുഴുവൻ കുറച്ചാണെങ്കിൽ ഈ പാലത്തിൻ്റെ വീഡിയോ ഞാൻ കഴിഞ്ഞ ദിവസം ഇട്ടിട്ടുണ്ടായിരുന്നു. ഈ പാലം കുറേ കാലമായിട്ട് ഇങ്ങനെയൊന്നും അല്ലായിരുന്നു. ഈ പാലം ഈ അടുത്താണ് കുറച്ചായിട്ടുള്ള ഈ പാലം ഇങ്ങനെ പണിത് സെറ്റാക്കിയിട്ട്. അതെന്തായാലും ഭയങ്കര ഉപകാരമായ ആൾക്കാർക്ക്. ഇതിൻ്റെ താഴെയൊക്കെ ഞാൻ കുളിച്ചിട്ടുണ്ടെന്ന് ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഈ താഴെ അവിടെയൊക്കെ നമ്മൾ കുളിക്കാൻ പോകുന്നത്, അങ്ങനെ ടോപ്പിൽ ഇവിടെയൊക്കെ വെള്ളം കയറുന്നത് കേട്ടോ. കഴിഞ്ഞ ദിവസം കാണിച്ചത് ഈ പാലത്തിൻ്റെ അപ്പുറ സൈഡാണ്, ആ ഭാഗമാണ് കാണിച്ചത്. ഇപ്പോൾ ഈ ഭാഗത്ത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആയിട്ടുള്ള കേട്ടോ. പിന്നെ കഴിഞ്ഞ ദിവസത്തെ വീഡിയോ ഒക്കെ ആയിട്ട് ഞാൻ ഇതിലേ പോയിട്ടാണ് കമ്പിപ്പാലത്തിലൂടെ അങ്ങോട്ട് പോയത്. അപ്പം അടിപൊളി സ്ഥലമാണ് കേട്ടോ. ആകാശമൊക്കെ നോക്കി എന്ത് രസമാണ്. ആ കാടും ആ കാടിൻ്റെ ഭംഗിയും ആകാശം നിൽക്കുന്ന നല്ല രസമില്ലേ. നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറയട്ടെ. എങ്ങനത്തെ ടൈപ്പ് വീഡിയോ വേണം, ഇങ്ങനത്തെ ടൈപ്പ് വീഡിയോ മടുത്തോ, കണ്ട് മടുത്തോ ഒന്ന് നിങ്ങളാര് കമൻറ്റ് ചെയ്യുക. എങ്ങനെ വീഡിയോ കാണുന്നവർ കമൻറ്റ് ചെയ്യുക. എങ്ങനെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ പറയുക ഏത് ടൈപ്പ് വീഡിയോസാണ് വേണ്ടത്, ഏത് ടൈപ്പ് വീഡിയോസാണ് ഇടേണ്ടത്, അതൊക്കെ നിങ്ങൾ പറ. അപ്പോൾ അത് നോക്കിയിട്ട് എനിക്ക് ചെയ്യാൻ പറ്റും. എനിക്ക് പറ്റുന്ന പോലെ ഞാൻ ശ്രമിക്കും. തിരിച്ചു പോയി കഴിഞ്ഞാൽ ഈ ഒരു ചാനലിൽ എൻ്റെ വീഡിയോ എങ്ങനത്തെ വീഡിയോ വരിക എന്ന് പോലും എനിക്കറിയത്തില്ല. കാരണം അവിടെ പോയി കഴിഞ്ഞാൽ ജോലി തിരക്കും കാര്യങ്ങളും പുറത്തേക്കൊക്കെ പോകുന്ന വീഡിയോ, അത് അവിടുത്തെ പോയി കഴിഞ്ഞാൽ കാര്യങ്ങൾ എനിക്കറിയത്തില്ല, എങ്ങനെയാവും ഒന്നും എനിക്കറിയത്തില്ല. പക്ഷേ നാട്ടിലുള്ള സമയത്ത് എങ്ങനത്തെ ടൈപ്പ് വീഡിയോ വേണ്ടേ എന്ന് നിങ്ങൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ഒരു ടൈപ്പ് വീഡിയോ ഞാൻ ചെയ്യുന്നതായിരിക്കും. അത് നിങ്ങൾ പറയുന്ന പോലെ ഇരിക്കും എൻ്റെ ഇത്. കാരണം എല്ലാവർക്കും ചിലപ്പോൾ ഇങ്ങനത്തെ വീഡിയോസൊന്നും ഇഷ്ടപ്പെടത്തില്ല. ചില പാലുകാച്ചിലെ വീഡിയോ ഒക്കെ നല്ല രീതിക്ക് ആൾക്കാർ കണ്ടിട്ടുണ്ട്. ഞാൻ എക്സ്പെക്റ്റ് ചെയ്തതിനേക്കാളും കൂടുതൽ ആൾക്കാർ പാലുകാച്ചിലെ വീഡിയോ കണ്ടിട്ടുണ്ട്. അപ്പോൾ എനിക്കൊരു മനസ്സിൽ ഭയങ്കര സന്തോഷം, അന്നൊക്കെ ഭയങ്കര സന്തോഷമായിരുന്നു. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരുപാട് ആൾക്കാർക്ക് ഇങ്ങനെയുള്ള വീഡിയോ, പാലുകാച്ചിലെ വീഡിയോ ഒക്കെ ഭയങ്കര ഇഷ്ടപ്പെട്ടു. അപ്പോൾ ഇങ്ങനെ യാത്ര പോകുന്ന വീഡിയോസ് ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ് രാവിലെ തന്നെ അന്ന് ഏലപ്പീടിയിൽ പോയ വീഡിയോ ഇട്ടത്. അപ്പോൾ എൻ്റെ മനസ്സിൽ ധാരണ ആൾക്കാർ ഇങ്ങനത്തെ വീഡിയോസ് ഇഷ്ടപ്പെടും. പക്ഷെ എന്തോ ആ വീഡിയോ അധികം ആൾക്കാർ കണ്ടില്ല, അധികം ആൾക്കാരിലേക്ക് എത്തിയില്ല. അപ്പോൾ പിന്നീട് നമുക്ക് ഓട്ടോമാറ്റിക്കലി ഇങ്ങനെയുള്ള വീഡിയോകളൊന്നും ആൾക്കാർക്ക് ഇഷ്ടപ്പെടത്തില്ല. അതുകൊണ്ട് ഇങ്ങനെയുള്ള വീഡിയോകളൊന്നും ചെയ്യണ്ട എന്ന് മനസ്സിലിങ്ങനെ വരും. പിന്നെ ഞാൻ ഏത് ടൈപ്പ് വീഡിയോ ചെയ്യണമെന്ന് നിങ്ങൾ തന്നെ പറയണം. കാരണം നിങ്ങളുടെ ഇഷ്ടമാണ്. കാരണം നിങ്ങൾ കമൻറ്റ് പറയുക, നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നില്ലെങ്കിൽ ഇഷ്ടപ്പെടുന്നില്ല എന്ന് പറയുക. എന്ന് വെച്ചാൽ ഞാൻ വീഡിയോ ഇടൽ നിർത്തൂന്നല്ല. ചിലപ്പോൾ ഞാൻ ദുബായിൽ എന്തായാലും പോകുന്നവരെ കണ്ടിന്യൂസ് വീഡിയോ ഇടാൻ തന്നെയാണ് എൻ്റെ ആഗ്രഹം. പക്ഷേ അതിനുള്ളൊരു ഏത് ടൈപ്പ് വീഡിയോ ഇടണം എന്നൊക്കെ എനിക്ക് ഭയങ്കര കൺഫ്യൂഷനാണ്. എവിടെ പോകുന്ന വീഡിയോ ഇടണം, എന്ത് ചെയ്യുന്ന വീഡിയോ ഇടണം, അങ്ങനെ ഒരുപാട് കൺഫ്യൂഷനുണ്ട്. അപ്പോൾ ഞാനിങ്ങനെ പറഞ്ഞിങ്ങനെ വലിച്ചു നിട്ടുന്നില്ല. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏത് ടൈപ്പ് വീഡിയോസ് വേണ്ടെങ്കിൽ നിങ്ങളത് പറയുക. എല്ലാ വീഡിയോയും ഫുള്ളായിട്ട് കാണാൻ ശ്രമിക്കുക. എന്തായാലും അധികം പാലുകാച്ചി പോയത്, ഏലപ്പിടി പോയതൊക്കെ ഇച്ചിരി ലെങ്ത്തുള്ള വീഡിയോ കേട്ടോ. ബാക്കി പരമാവധി വീഡിയോ കാഴ്ചകൾ ഒരുപാട് കാണിച്ച് വീഡിയോയുടെ ലെങ്ത്ത് കുറച്ച് നിങ്ങൾക്ക് വേണ്ടി നല്ല നല്ല വീഡിയോസ് ചെയ്യാൻ ഞാൻ പരമാവധി ശ്രമിക്കും. സത്യം പറഞ്ഞാൽ ഞാൻ ഇതിലേക്ക് വന്നത് ലേറ്റായിപ്പോയി. കാരണം ഞാൻ മൂപ്പനൊക്കെ പോകാത്ത സ്ഥലങ്ങളില്ല കേട്ടോ. ഒരിടയ്ക്ക് ഞങ്ങൾ എവിടെയൊക്കെ പോയിട്ടുണ്ടെന്നോ ആ ഒരു സമയത്ത് ഞാൻ വ്ലോഗ് ഇട്ട് തുടങ്ങിയതെങ്കിൽ ചിലപ്പം ആൾക്കാർക്ക് ചിലപ്പോൾ ഇഷ്ടപ്പെട്ടാണ്. ഇതിപ്പോൾ പെട്ടെന്ന് എനിക്ക് എവിടെയും പോകാനില്ല, ഞാൻ ഒറ്റയ്ക്കാണ്. പിന്നെ അപ്പുച്ചനുണ്ട് കൂടെ, എപ്പോഴും പുള്ളീനെയും കിട്ടത്തില്ല, പുള്ളിക്കും പണിത്തിരക്കും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ നാട്ടിലുള്ള എൻ്റെ സമയം ഞാൻ മാക്സിമം എന്നെക്കൊണ്ട് പറ്റുന്ന പോലെ ഞാൻ വീഡിയോ ഇടാൻ ശ്രമിക്കും. പരമാവധി എന്നെക്കൊണ്ട് പറ്റുന്ന പോലെയൊക്കെ ഞാൻ വീഡിയോ ഇടും. അപ്പോൾ എന്നെ സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാരുണ്ട് കേട്ടോ, ഒരുപാട് ആൾക്കാരുണ്ട്. എന്താണേലും എൻ്റെ മനസ്സിലൊരു പാലുകാച്ചി വീഡിയോ കഴിഞ്ഞപ്പോൾ ഞാൻ വിചാരിച്ചു ആൾക്കാർക്ക് ആ ഒരു ടൈപ്പ് വീഡിയോസാണ് ഇഷ്ടം. അപ്പോൾ അങ്ങനെ എന്തെങ്കിലും വെറൈറ്റി ആയിട്ട് അങ്ങനെ എന്തെങ്കിലും ചെയ്യാം. അങ്ങനെ അതാണ് വെളുപ്പിനായിട്ട് ഞാൻ പറഞ്ഞല്ലോ, വെളുപ്പിനായിട്ട് ഞാൻ പോയതും. പക്ഷേ എനിക്ക് ഭയങ്കര എൻ്റെ ലൈഫിൽ ഞാൻ എൻജോയ് ചെയ്ത നല്ല നല്ല മൊമെൻറ്റ്സിൽ ഒരു മൊമെൻ്റാണ് കേട്ടോ അത്. ഞങ്ങൾ അവിടെ പോയി ആ തണുപ്പത്ത് ആ ഒരു കാറ്റത്ത് അവിടെ നിന്ന് നല്ല രീതിക്ക് ഞങ്ങൾ ആസ്വദിച്ചിട്ടുണ്ടായിരുന്നു. അത് സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് വേസ്റ്റ് ആയിട്ടില്ല എന്തായാലും. അതുപോലെ പാലുകാച്ചി പോയതും, പാലുകാച്ചിൽ ഒരു ദിവസം രാവിലെ പോകണം എന്നുണ്ട്, അല്ലെങ്കിൽ ഉച്ചയ്ക്ക് ശേഷം പോകണമെന്നുണ്ട്. അപ്പം നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങൾ പറയുക. ഏത് ടൈപ്പ് വീഡിയോസാണ് വേണ്ടത്, എങ്ങനത്തെ വീഡിയോസാണ് ചെയ്യേണ്ടത്. ഇങ്ങനെ വളകളാന്ന് പറഞ്ഞ് ചിലപ്പം എല്ലാവർക്കും ഒന്നും ഇഷ്ടപ്പെടണമെന്നില്ല. ചിലർക്ക് ഇഷ്ടമുള്ളവരുണ്ട്, ചിലർക്ക് ഇഷ്ടപ്പെടാത്തവരുണ്ട്. അപ്പോൾ നിങ്ങൾ നോക്കിയിട്ട് പറയുക. ഇപ്പോൾ ഈ പുഴ ഉണ്ടല്ലോ, ഈ പുഴ രണ്ടായിട്ടാണ് ഒഴുകുന്നത്. ഒരു സൈഡിൽ കൂടെയും ആ ഒരു സൈഡിൽ കൂടെയും. ഇതിന് മുന്നേ മഴയുള്ള സമയത്ത് ഇത് നിറഞ്ഞൊഴുകി ഇതിൻ്റെ മുകളിലേക്കും അതിൻ്റെ മുകളിലേക്കെല്ലാം വെള്ളം കയറാറുണ്ട് കേട്ടോ.
ഇപ്പോൾ ഈ പുഴ ഇത്ര ഉള്ളൂ, വെള്ളം കുറഞ്ഞു വരികയാണ്. ഓരോ ദിവസം കൂടുമ്പോഴും വെള്ളം കുറഞ്ഞു വരികയാണ്. കാരണം നല്ല ചൂടും കാര്യങ്ങളും എല്ലാം നല്ല ചൂടാണ് കേട്ടോ, ഒരു രക്ഷയില്ലാത്ത ചൂടാണ്. ഇതിപ്പോൾ സമയം വൈകിട്ട് 4, 4:30, 4:45 കേട്ടോ. നമ്മൾ ആകാശത്തേക്ക് നോക്കി എന്ത് രസമാണ് കാണാൻ. അപ്പോൾ എൻ്റെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ കേട്ടോ. സംഭവം വെച്ചിട്ടുണ്ടെങ്കിൽ രാവിലെ ഭയങ്കര പ്രതീക്ഷയിൽ അവിടെ പോകും ഇവിടെ പോകണം എന്നുള്ള കണക്കൂട്ടിലുണ്ടായിരുന്നു. അടുത്ത് എന്ത് വീഡിയോ എടുക്കുക എന്നുള്ളൊരു ടെൻഷനും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ എവിടെയും പോകാൻ പറ്റില്ല, കാരണം നല്ല വെയിലാണ്. പിന്നെ കൂടെ വരുന്ന അപ്പുച്ചനാണെങ്കിൽ ഇച്ചിരി തിരക്കും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ നാളെ മാക്സിമം എന്നെക്കൊണ്ട് പറ്റുന്ന ഏതെങ്കിലും നല്ലൊരു സ്ഥലത്ത് പോവാം. ഒരുപാട് ആൾക്കാർ വേണം, ഫ്രണ്ട്സൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഒരുപാട് സ്ഥലങ്ങളിലേക്ക് ഇങ്ങനെ പോകാൻ പറ്റത്തുള്ളൂ. മൂപ്പനൊക്കെ പണിക്ക് പോകുന്നുണ്ട്, മൂപ്പനൊക്കെ തിരക്കാണ്, അതുപോലെ ബാക്കിയുള്ള എല്ലാവരും തിരക്കാണ്. അപ്പം നിങ്ങളെ സപ്പോർട്ട് ഇനിയും ഉണ്ടാവുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആൾക്കാർ സബ്സ്ക്രൈബ് ചെയ്യുക, കമൻ്റ് ഇട്ട് എനിക്കൊരു ആത്മവിശ്വാസം നിങ്ങൾ തരിക. അപ്പോൾ അടുത്ത വീഡിയോ വരുന്നവരെല്ലാവരും വെയിറ്റ് ചെയ്യുക. ഓക്കെ, ടാറ്റ, ബൈ ബൈ.